നമോ നമ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടുവന്നത് ഒരു ബോഡി, മെറ്റീരിയൽ ബോഡി, അത് പല ഘടക യൂണിറ്റുകൾ ചേർന്ന് ഉണ്ടായതാണെന്നും അതിൻ്റെ ഏറ്റവും ചെറിയ ഘടകം, ഏറ്റവും വലിയ സ്ട്രക്ചർ. അപ്പോൾ കോമ്പിനേഷൻ യൂണിറ്റിനെ നമ്മൾ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ പോലും അത് ഒരു സ്ട്രക്ചറാണ്. എന്തിൻ്റെ സ്ട്രക്ചർ? ഘടക യൂണിറ്റുകൾ ചേർന്ന ഒരു സ്ട്രക്ചറാണ്. അതിനൊരു സ്ഥിരത ദ്യോതിപ്പിക്കും. എന്നാൽ അതിൻ്റെ ഘടക യൂണിറ്റുകൾക്ക് ഇതിനേക്കാൾ കൂടുതലായിട്ടുള്ള സ്ഥിരതയുണ്ടായിരിക്കും. യൂണിറ്റുകൾക്ക് സ്ഥിരത കൂടുതലും കോമ്പിനേഷന് അതിൻ്റെ സ്ഥിരതയ്ക്ക് ദൈർഘ്യം കുറയുകയും ചെയ്യും. പക്ഷേ ഒരു കാര്യം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, ഏത് സ്ഥിരത എന്ന് പറഞ്ഞാലും അത് സ്ഥിരതയല്ല, അത് താൽക്കാലികമാണ്. പക്ഷേ നമ്മൾ സ്ഥിരമായിട്ട് എന്ന് തെറ്റിദ്ധരിക്കുന്നതാണ്. അപ്പോൾ ചെറിയ അവസ്ഥയിലേക്ക് ഒരു കോമ്പിനേഷൻ യൂണിറ്റ്, അതിൻ്റെ ഘടക യൂണിറ്റ്, ഇത് തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് അത് അന്വേഷിച്ചു പോകുമ്പോൾ അപ്പോൾ ഏറ്റവും ചെറിയ ഘടകമാണ് അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഏറ്റവും വലിയത് എന്ന് ഈ കോമ്പിനേഷൻ യൂണിറ്റ് ധരിക്കുന്നത് അവന്റെ അനുഭവത്തിൽ കാണുന്നതാണ്. ഉദാഹരണം എന്താണ്? ജീവനുള്ളതിനെ എടുത്ത് നമ്മളെ എടുത്താൽ നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമുക്ക് നമ്മളുടെ ശരീരം എന്ന് പറയും, ഞാൻ എന്ന് പറയുന്ന ഈ ശരീരത്തിന്റെ എടുക്കുക. ഞാൻ ശരീരമൊന്നും അല്ലെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയും, ഈ ശരീരത്തിന്റെ ഏറ്റവും ചെറിയ ഘടകം എന്ന് പറയുന്നത് ഒരു സെല്ലാണ്. എന്നാൽ ഞാൻ ഈ സെല്ല് എന്ന് പറയുന്ന ഒരു യൂണിറ്റ്, എൻ്റെ യൂണിറ്റ് കൊണ്ടുണ്ടാക്കിയ ശരീരം കൊണ്ട് ഞാൻ അനുഭവിക്കുന്നത് ഈ ബോഡിക്കകത്തുള്ളത് മാത്രമല്ല, ഞാൻ പുറത്തുള്ള അനുഭവങ്ങളും എൻ്റെ അനുഭവമായിട്ട് വരും. അപ്പോൾ അവിടെ ജീവനുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള വളരെ 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 കോമ്പിനേഷൻ യൂണിറ്റുകളുമായിട്ടാണ് എനിക്ക് സംവദിക്കേണ്ടതായിട്ട് വരിക. മനസ്സിലുണ്ടോ? അപ്പോൾ അവിടെ ഈ പ്രാപഞ്ചികമായിട്ടുള്ള പല അനുഭവങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ അതിനകത്ത് നമുക്ക് ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കും. ഇന്ദ്രിയങ്ങൾ കൊണ്ടുള്ള അനുഭവത്തെ നമ്മൾ ഉള്ളിലേക്ക് ചെന്നിട്ട് അതിനെ അപഗ്രഥിച്ച് നമ്മൾ വീണ്ടും മറ്റൊരു അനുഭവമായിട്ട് മാറ്റും. ഇന്ദ്രിയങ്ങൾ കൊണ്ട് സ്വീകരിച്ചുകൊണ്ട് അതിനെ അപഗ്രഥിച്ച് ഒരു വൈകാരിക അനുഭവമായിട്ട് മാറ്റും. ഇങ്ങനെയാണ് നമ്മളുടെ ജീവിതം പോകുന്നത്. അപ്പോൾ ഇന്ദ്രിയങ്ങൾ കൊണ്ട് സ്വീകരിക്കുന്ന എല്ലാത്തിനെയും നമ്മൾ എന്തു പറയും? ഭൂതം എന്ന് പറയും. അതിനാണ് ഭൗതിക ലോകം, ഭൂതപ്രപഞ്ചം എന്നൊക്കെ പറയും. അപ്പോൾ ഭൂതമായിട്ടുള്ളത് ഭൗതിക പ്രപഞ്ചം, മെറ്റീരിയൽ വേൾഡ് എന്ന് പറയും. ഈ മെറ്റീരിയൽ വേൾഡ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ചേതനങ്ങളും അചേതനങ്ങളും ഒക്കെ ഉണ്ട്. ആ മെറ്റീരിയൽ വേൾഡിന്റെ പ്രത്യേകത എന്താണ്? അതിന് ഭൂതം ആയിട്ടുള്ളൊരവസ്ഥയുണ്ട് എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ വേൾഡിന്റെ അവസ്ഥ ഇന്ദ്രിയ ഗോചരത്വം ഉള്ളതാണ്. എന്നാൽ ആ ഇന്ദ്രിയ ഗോചരത്വമുള്ള ഡേറ്റകളെ നമ്മൾ അകത്തേക്ക് കയറ്റിയെടുത്തിട്ട് ഇന്ദ്രിയങ്ങൾ കൊണ്ട് സ്വീകരിച്ചു കഴിഞ്ഞിട്ട് അതിനെ അതീന്ദ്രിയമായിട്ടുള്ള വൈകാരിക ഭാവത്തിലേക്ക് മാറ്റുമ്പോഴാണ് അത് അനുഭവം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. സുഖം, ദുഃഖം, അസൂയ, ഇങ്ങനെയുള്ള വളരെ മാത്സര്യം,
അഹങ്കാരം, ഇങ്ങനെയൊക്കെ ഉള്ള പല പല വികാരങ്ങളായിട്ട് നമ്മൾ അതിനെ സ്വീകരിക്കുമ്പോഴാണ് അത് ജീവിതാനുഭവങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ദ്രിയങ്ങൾക്ക് പുറത്തുനിന്ന് സ്വീകരിക്കുന്നതിനെയൊക്കെ മെറ്റീരിയൽ വേൾഡ് എന്ന് പറയും. അത് സ്വീകരിച്ച് അകത്തേക്ക് ചെല്ലുമ്പോൾ അതിനെ ആത്മീയ വികാരങ്ങൾ എന്ന് പറയും. അപ്പോൾ ആത്മീയവും ഭൗതികവും, ഭൗതികം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ കൊണ്ട് സ്വീകരിക്കാവുന്ന വിധത്തിൽ പുറമേ നിലനിൽക്കുന്ന അവസ്ഥയെയാണ് ഭൗതികം എന്ന് പറയുന്നത്. ആത്മീയം എന്ന് പറയുന്നത് ഈ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഒപ്പിയെടുക്കുന്ന ഈ ഭൗതികങ്ങളെ ഉള്ളിലേക്കെടുത്ത് ഞാൻ എന്ന ഒരു അവസ്ഥയ്ക്ക് വൈകാരികമായിട്ട് അനുഭവിക്കാൻ തക്കവണ്ണം അതിനെ അപഗ്രഥിച്ച് ഒരു വികാരം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ആത്മീയം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചത് എന്നാണ്. ഞാൻ എന്ന് പറയുന്നത് എന്താണ്? ഈ കോമ്പിനേഷൻ യൂണിറ്റായിട്ട് നിൽക്കുന്ന ഈ ശരീരത്തെ ഒരു വാഹനമായിട്ടെന്നോ അല്ലെങ്കിൽ ഒരു ടൂളായിട്ടോ ഉപയോഗിച്ചുകൊണ്ട് ആസ്വദിക്കുന്ന ഒരു ഭാവത്തെയാണ് ഞാൻ എന്ന് പറയാൻ പറ്റുക. പക്ഷെ അത് ഇന്ദ്രിയ ഗോചരത്വം ഇല്ലാത്തതുകൊണ്ട് അതിനെ അല്ല, ശരീരത്തെയാണ് ഡിറ്റക്റ്റ് ചെയ്ത് ഞാൻ എന്ന് ധരിച്ചു വച്ചിരിക്കുന്നത്. ഇതാണ് വ്യത്യാസം. ഞാനെന്ന് ധരിക്കുന്നത് എന്നെയല്ല, എന്റെ വെഹിക്കിളിനെയാണ് എന്നർത്ഥം. അപ്പൊ ഇവിടെ എന്റെ ആസ്വാദനത്തിന് എന്ന് പറഞ്ഞെടുക്കുന്നത് എന്താണ്? പുറമേ ഉള്ള മെറ്റീരിയൽ ആയിട്ടുള്ള മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഭൂതമായിട്ടുള്ള ഇന്ദ്രിയഗോചരത്വമുള്ള അവസ്ഥകളെ നമ്മൾ ഇന്ദ്രിയങ്ങൾ കൊണ്ട് സ്വീകരിച്ച് അകത്ത് എന്ന് പറഞ്ഞാൽ ശരീരത്തിനകത്തെന്നല്ല അർത്ഥം. അതിനെ ഇന്ദ്രിയത്തിന് ഒരു വശത്തും മറുവശത്തും നിന്ന് എടുക്കണം. ഇന്ദ്രിയമൊക്കെ ശരീരത്തിൽ ഫിറ്റ് ചെയ്ത് വച്ചിരിക്കുന്നത് കൊണ്ടാണ് ശരീരത്തെ നമ്മൾ ഇത്രയധികം പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അല്ലാണ്ട് ശരീരം ഇന്ദ്രിയങ്ങളെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കണ്ണ്, മൂക്ക്, വായ്, ത്വക്ക് ഇതൊക്കെ ഇന്ദ്രിയമായതുകൊണ്ട് അതുകൊണ്ട് സ്വീകരിക്കുന്നതിനെ നമ്മൾ അപഗ്രഥിക്കുന്നു എന്നുള്ളത്. ഈ അപഗ്രഥനം നടക്കുന്നത് എവിടെയാണ്? അത് ഈ ശരീരത്തിനകത്തും പുറത്തും ഒക്കെയായിട്ട് വ്യാപരിച്ചു നിൽക്കുന്ന എന്നെ കൊണ്ടാണ് അപഗ്രഥനം നടക്കുന്നത്. ആ ഞാൻ എന്ന് പറയുന്നത് എന്താണ്? ഇന്ദ്രിയഗോചരത്വത്തിനപ്പുറത്തുള്ള ചില ഭാവങ്ങളുടെ ഒരു കോമ്പിനേഷനാണ്. ശരീരം ഒരു കോമ്പിനേഷൻ യൂണിറ്റാണ്. അതുപോലെ തന്നെ ആ ശരീരത്തിനകത്ത് വസിക്കുന്ന ഞാനും ഒരു കോമ്പിനേഷൻ യൂണിറ്റാണ്. അതെന്തിന്റെയൊക്കെ കോമ്പിനേഷൻ യൂണിറ്റാണ്? മനോബുദ്ധി അഹങ്കാര ചിത്തങ്ങൾ. ഇതൊന്നും ഇന്ദ്രിയ ഗോചരത്വം ഉള്ളതല്ല. മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം, ഈ അതീന്ദ്രിയ ഭാവങ്ങളുടെ കോമ്പിനേഷനാണ് എന്തിനെ സ്വീകരിക്കുന്നത്? ഇന്ദ്രിയത്തിലൂടെ സ്വീകരിക്കുന്ന ഡേറ്റകളെ അനലൈസ് ചെയ്ത് വൈകാരികമായിട്ട് അനുഭവിക്കുന്നത്. എന്നാൽ ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന മറ്റൊരു അവസ്ഥ, അതിനെയാണ് നമ്മൾ ഇതിന്റെ എല്ലാത്തിൻ്റെയും ഒരു കേന്ദ്രം എന്ന് പറയുന്ന ഒരു ആത്മാവിനെ നമ്മൾ സങ്കല്പിക്കുന്നുണ്ട്. മനോബുദ്ധി അഹങ്കാര ചിത്തങ്ങളിലേക്ക് എത്തുമ്പോൾ തന്നെ നമുക്ക് ഇന്ദ്രിയ ഗോചരത്വമില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ പലതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തെറ്റിദ്ധരിച്ചു പോകും. അപ്പോൾ ശരീരം എത്രമാത്രം ഗോചരമാണോ അതേപോലെ ഒരവസ്ഥ ഇല്ലാത്തതിനെ നമുക്ക് എത്ര കണ്ട് മനസ്സിലാക്കാൻ പറ്റും എന്ന് അത് തന്നെ പലപ്പോഴും തെറ്റിപ്പോകുന്നു. അപ്പോൾ
അതിനേക്കാളും ശരീരവും മനസ്സും പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാളും വ്യത്യസ്തമായിട്ടുള്ള ഭാവവ്യതിയാനങ്ങൾ ഉള്ള ആ ആത്മാവിനെ നമുക്ക് ഉൾക്കൊള്ളാനോ ചിന്തിക്കാനോ പറ്റാതെ വരും. അതാണ് വാസ്തവത്തിൽ പാരമാർത്ഥികനായിട്ടുള്ള ഞാൻ. അത് ആ എന്നെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ മനസ്സിലാക്കുന്നത് അവിടെയാണ്. അല്ലാണ്ട് നമ്മളുടെ ഈ മനോബുദ്ധി അഹങ്കാര ചിത്തങ്ങളുടെ കൂട്ടായ്മയായിട്ട് ഇന്ദ്രിയാനുഭവങ്ങളെ അപഗ്രഥിച്ച് സുഖം അനുഭവിക്കുന്നതോ ദുഃഖം അനുഭവിക്കുന്നതോ ആയിട്ടുള്ള ആ ഞാനെന്ന് പറയുന്ന ആ അവസ്ഥയല്ല. മനസ്സിലാകുന്നുണ്ടോ? അത് വളരെ വളരെ വ്യത്യസ്തമാണ്. എന്ന് പറഞ്ഞാൽ ഈ ശരീരം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്നൊക്കെ പറയുന്ന ആ അവസ്ഥയ്ക്കൊക്കെ നമുക്ക് ഞാനെന്ന് പരാമർശിക്കാൻ തക്കവണ്ണം നമുക്ക് അതിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ ഇത്തിരി തടിച്ചിട്ടുണ്ടല്ലേ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ശരീരമായില്ലേ. അപ്പോൾ ഞാൻ ശരീരത്തെയാണ് ഉദ്ദേശിക്കണമെന്ന് കേൾക്കുന്നവർക്ക് മനസ്സിലാവും. ശരീരമാണ് ഞാനെന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ്. എൻ്റെ ബുദ്ധി എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ ഞാൻ നല്ല ബുദ്ധിമാനല്ലേ എന്ന് ചോദിച്ചാൽ എൻ്റെ ബുദ്ധിയെയാണ് ഞാനെന്ന് കണക്കാക്കുന്നത്. ഞാൻ വലിയ ബുദ്ധിമാൻ, ഞാൻ എങ്ങനെയുണ്ട് എൻ്റെ കഴിവ് ഒരു കണക്ക് ചെയ്തിട്ട്, അപ്പോൾ ഞാൻ ബുദ്ധിയായിട്ടാണ് കാണുന്നത്. ഞാനൊരു പാവമല്ലേ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ മനസ്സായിട്ട് വരും. അപ്പോൾ ഇങ്ങനെ നമുക്കിതിനകത്ത് ഇന്ദ്രിയഗോചരത്വം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് സാന്ദർഭികമായിട്ട് ശരീരമായിട്ടോ മനസ്സായിട്ടോ ബുദ്ധിയായിട്ടോ അഹങ്കാരമായിട്ടോ ഒക്കെ കാണാൻ നമുക്കും മറ്റുള്ളവർക്കും അങ്ങനെ ചിന്തിക്കാൻ പറ്റും. പക്ഷേ ഇതിനും അപ്പുറത്തേക്ക് പോകുന്ന ഒരവസ്ഥ, ഇത് തന്നെ ഊഹിച്ചാണ് ആ സമയത്തിലേക്ക് താൽക്കാലികമായിട്ടുള്ള ഒരവസ്ഥയിലാണ് ഇത് പറയുന്നത്. പക്ഷേ ഇതിനേക്കാളും ഒരു സൂക്ഷ്മാവസ്ഥയിൽ ഉള്ള ഒരവസ്ഥയെ നമുക്ക് ഒരു കാരണവശാലും ചിന്തിക്കാനോ പറയാനോ ചിന്തിക്കാനോ ഒന്നും നമുക്ക് സാധ്യമല്ല. അതിനെയാണ് നമ്മൾ ജീവാത്മാവെന്നും പരമാത്മാവെന്നും ഒരേ അവസ്ഥയുടെ രണ്ട് മുഖങ്ങൾ എന്ന് പറഞ്ഞ് ചിത്രീകരിച്ചിട്ടുള്ളത്. മനസ്സിലാണ്ടോ? അപ്പോൾ പക്ഷേ ജീവാത്മാവിനെയും പരമാത്മാവിനെയും നമുക്ക് ആ പരമാത്മാവും ജീവാത്മാവും ഒന്നായിട്ട് ഉള്ളതിനെ നമ്മൾ വിശേഷിക്കുമ്പോൾ ജീവാത്മാവ് പരമാത്മാവ് എന്ന് പറയും. പക്ഷെ അതിനെ നമുക്ക് രണ്ടിനെയും മനസ്സിലാക്കാൻ പറ്റുകയില്ല. എന്താ കാര്യം? ശരീരത്തെ കാണുന്നത് പോലെയല്ല മനസ്സിനെ കാണാൻ പറ്റില്ല. അത് ഊഹിച്ചാണ് മനസ്സിലാക്കുന്നത്. ആ ഊഹത്തിനും അപ്പുറത്തേക്ക് വരുമ്പോഴാണ് ജീവാത്മാവ് വരുന്നത്. അപ്പോൾ പരമാത്മാവ് തന്നെയാണ് ജീവാത്മാവ് എന്ന് പറയുമെങ്കിലും നമുക്കിത് രണ്ടവസ്ഥ, ഒന്നിൻ്റെ തന്നെ രണ്ട് മുഖമാണെന്ന് പറയുമ്പോഴും നമുക്ക് ഊഹിക്കാൻ പോലും പറ്റാതെ വരുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ? എന്താ കാര്യം? ശൂന്യതയും അനന്തതയും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മളുടെ പ്രപഞ്ചം. ശൂന്യത സെന്റർ, അത് ഇല്ലായ്മയാണ്. അനന്തം എന്ന് പറഞ്ഞാൽ അനന്തമായിട്ട് നിറഞ്ഞു നിൽക്കുന്ന അതിൻ്റെ ആ ഒരു വൈശാല്യമാണ് കാണിക്കുന്നത്. അപ്പോൾ ഉണ്ട് എന്ന് പറയുന്നത് എന്താ? ഈ ശൂന്യതയും ഈ വൈശാല്യത്തിന്റെ ബൗണ്ടറിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ശൂന്യവും അനന്തതയും രണ്ടും എന്താണ് വാസ്തവത്തിൽ? രണ്ടിന്റെയും ഭാവം ബൗണ്ടറി ഇല്ല എന്നുള്ളതാണ്. ശൂന്യം എന്ന് പറഞ്ഞു ചെറുതായി എത്ര ചെറുതായി പോയി എന്ന് ഭാവന ചെയ്താലും അതിന് ബൗണ്ടറി ചെറുതായി വരുമ്പോൾ ചെറുതെന്നേ പറയാൻ പറ്റൂ. ബൗണ്ടറി ഇല്ലാതിരിക്കുമ്പോഴാണ് ശൂന്യം എന്ന് പറയുന്നത്. വലുതായി എന്ന് പറഞ്ഞാലും ബൗണ്ടറിയാണ് വലുതാകുന്നത്. അതിന് അനന്തം എന്ന് പറയാം. അനന്തം എന്ന് വെച്ചാൽ ബൗണ്ടറി ഇല്ല എന്നർത്ഥം. അപ്പോൾ രണ്ടിന്റെയും ക്വാളിറ്റി എന്താണ്? ബൗണ്ടറി ഇല്ല എന്നുള്ളതാണ്. അപ്പൊ അനന്തത്തിനും ബൗണ്ടറി ഇല്ല,
ശൂന്യത്തിനും ബൗണ്ടറി ഇല്ല. ബൗണ്ടറി ഇല്ല എന്നുള്ള ഒരു ഡെഫിനിഷൻ ആണ് രണ്ടിനും ഉള്ളത്. അപ്പൊ എന്താണ്? രണ്ടും ഒന്നാണ്. പക്ഷെ നമ്മളുടെ ഉള്ളിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഭാവന മാത്രമാണ് മാറുന്നത്. ഒന്ന് ഏറ്റവും ചെറുത് എന്നുള്ള ഒരു ഭാവനയിലേക്ക് മറ്റത് ഏറ്റവും വലുത് എന്ന് ഉള്ള ഭാവനയിലേക്ക് പക്ഷെ വാസ്തവത്തിൽ രണ്ടും ഒരവസ്ഥ തന്നെ. അതിനെ നമ്മൾ വ്യാവഹാരിക ആവശ്യത്തിന് വേണ്ടിയിട്ട് രണ്ടായിട്ട് എടുക്കുന്നു. അപ്പോൾ അതിന്റെ രണ്ടിന്റെയും മധ്യത്തിൽ നമ്മൾ ഒരു പ്രപഞ്ചം ആരോപിക്കുന്നു. അതുകൊണ്ടാണ് പ്രപഞ്ചം മിഥ്യയാണ്, ജഗത്ത് മിഥ്യയാണ് എന്ന് പറഞ്ഞത്. സത്യം എന്താണ്? ബ്രഹ്മം. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ശൂന്യവും അനന്തതയും ഒന്നായിട്ടുള്ള അവസ്ഥയ്ക്കാണ് ബ്രഹ്മം എന്ന് പറയുക. മറ്റതോ ഇതിനെ രണ്ടെന്ന് കണ്ടിട്ട് അതിൻ്റെ ഇടയ്ക്കുള്ള സ്പേസിനെ ആണ് നമ്മൾ എല്ലാ അനുഭവങ്ങൾക്കും കാരണഭൂതമായിട്ടുള്ള ഈ സ്പേസിനെയാണ് പ്രപഞ്ചം എന്ന് പറയുന്നത്. അതിനകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും ചേർത്ത് ജഗത്തെന്നും പറയും. അപ്പോൾ അതുകൊണ്ട് അത് മിഥ്യയാണ്, അത് ആരോപിതമാണ്, അത് വ്യാവഹാരികമായ അവസ്ഥയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ആരോപിക്കുന്നതാണ്. മനസ്സിലാണ്ടോ? അപ്പോൾ ഇന്ന് ഇത്രയും മതി. നന്ദി, നമസ്കാരം. നമഃ ശിവായ, നമഃ ശിവായ.